യു എയിൽ വന്നിട്ടുള്ള എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ദുബായ് മാളും ബുർജ് ഖലീഫയും കാണണം എന്നുള്ളത്. പക്ഷേ ശരിക്കും ദുബായിൽ വന്നിട്ട് 2 വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞാനിതൊന്ന് കാണാൻ പോകുന്നത്. വായോ നമുക്കിനി ദുബായ് മാൾ കണ്ടിട്ട് വരാം. ദുബായിൽ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായിലല്ല കേട്ടോ താമസിക്കുക. നമ്മൾ മലയാളികൾ ഇങ്ങനെയാണല്ലോ, യു എയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഒറ്റ പേരുള്ളൂ, ദുബായ്. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ശരിക്കും ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ വാ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ആണ് കേട്ടോ ഈ അക്വേറിയം എന്ന് പറയുന്നത്. ഇവിടുന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തൊക്കെ കയറി നോക്കിയൊക്കെ ചെയ്യാം കേട്ടോ. അവിടെ എൻട്രി ഫീസ് എടുക്കാനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അതിനകത്തോട്ട് പോകാനുള്ള സാഹസം എന്തായാലും ഞാൻ കാണിച്ചില്ല. അതിനേക്കാൾ എനിക്ക് രസകരമായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെ പോയാലും എവിടെ തട്ടിയാലും മലയാളികളാണ് കേട്ടോ. കുറച്ചുകൂടെ അതിശയോക്തി കൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ദുബായ് മാളാണോ അതോ മലയാളി മാളാണോ എന്ന് എന്ത് ചെയ്യും നമുക്ക് സംശയം തോന്നും. കാര്യം വേറൊന്നുമല്ല, അത്രയും മലയാളികളാണ് ഇവിടെ ഡെയിലി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദുബായ് മാളിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുവരെ ദുബായ് മാൾ വിസിറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ദുബായ് മാൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പോട്ടുകളൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാനും അവിടുന്ന് നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്യാപ്ചർ ചെയ്യാനും എന്ത് ചെയ്യുക ശ്രമിക്കുക. യാത്രകൾ പോലെ തന്നെ മനോഹരമാണല്ലോ അവിടുത്തെ ഓർമ്മകളും. പണ്ടാരോ പറഞ്ഞ് കേട്ടതാട്ടോ, എത്ര ശരിയല്ലേ. ഓർത്ത് വെക്കാൻ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാവുമ്പോഴാണല്ലോ യാത്രകൾക്കെന്നും മനോഹാരിത കൂടുന്നത്. അപ്പോൾ ശരി കേട്ടോ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.